ഒരു ചായ കുടിക്കുന്ന സമയത്തിനുള്ളിൽ ഒരു യുദ്ധം ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുക. ഇതെന്താ സിനിമയിലെ രംഗമാണോ എന്ന് തോന്നിപ്പോകും. എന്നാൽ സംഗതി നടന്ന സംഭവമാണ്. നാം കണ്ടതും കേട്ടതുമായ യുദ്ധങ്ങളെല്ലാം മാസങ്ങളും വർഷങ്ങളും നീണ്ടുനിന്ന് മനുഷ്യവംശത്തിന് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചവയാണ്. എന്നാൽ കേവലം ഒരു ചായ കുടിച്ച് തീർക്കുന്ന അത്രയും സമയം കൊണ്ട്, കൃത്യം 38 മിനിറ്റുകൾ കൊണ്ട് ഒരു വൻ സാമ്രാജ്യത്തിന്റെ പീരങ്കി മുഴക്കങ്ങൾക്ക് മുന്നിൽ ഒരു സ്വതന്ത്ര രാജ്യം മുട്ടുമടക്കിയ ഒരു സംഭവം നമ്മുടെ ലോക ചരിത്രത്തിലുണ്ട്. ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ രക്തരൂക്ഷിതമായ വലിയ യുദ്ധങ്ങളുടെ ഭീകര ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും നമ്മൾ കണ്ടതാണ്. അനേകം നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന യൂറോപ്യൻ പോരാട്ടങ്ങളും റോമ സാമ്രാജ്യത്തിന്റെ പതനവുമെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുമുണ്ട്. മാതാപിതാക്കൾ യുദ്ധത്തിന് പോയി തിരിച്ചു വരാതിരിക്കുകയും ആ യുദ്ധം കണ്ട് വളർന്ന മക്കൾ മുതിർന്ന് അതേ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുകയും ചെയ്ത എത്രയോ ദീർഘമായ പോരാട്ടങ്ങൾ ചരിത്രത്തിലുണ്ട്. എന്നാൽ നാം സങ്കല്പിക്കുന്ന ഈ സാധാരണ യുദ്ധ സങ്കല്പങ്ങളെയെല്ലാം തീർത്തും അട്ടിമറിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഭൂപടങ്ങളെ തകിടം മറിക്കാനും ഒരു രാജ്യത്തിന്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനും കേവലം ചായ കുടിച്ചു തീർക്കുന്ന അത്രയും സമയം മാത്രം മതിയായിരുന്ന ഒരു യുദ്ധം കേവലം 38 മിനിറ്റുകൾ കൊണ്ട് ഒരു രാജ്യം മുട്ടുമടക്കുകയും 500-ലധികം മനുഷ്യരുടെ ജീവിതം പീരങ്കികളുടെ കറുത്ത വെടിക്കുകയിൽ എന്നേക്കുമായി ഇല്ലാതാവുകയും ചെയ്ത ഒരു അസാധാരണ യുദ്ധം. നയതന്ത്രത്തിന്റെ വാതിലുകൾ പെട്ടെന്നടയുകയും അഹങ്കാരവും സാമ്രാജ്യത്വ ശക്തികളുടെ അധികാരമോഹവും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തപ്പോൾ ഉണ്ടായ നടുക്കുന്ന ദുരന്തം. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ലോക ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ യുദ്ധമായി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ ആംഗ്ലോ സാൻസിബാർ യുദ്ധത്തിന്റെ വിസ്മയിപ്പിക്കുന്നതും ഭീതിജനകവുമായ ആ ചരിത്ര കഥയിലേക്ക് നമുക്ക് കടക്കാം. 19-ാം നൂറ്റാണ്ടിലെ ആഫ്രിക്കൻ ഭൂഖണ്ഡം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമായിരുന്നു. അന്നത്തെ വൻ ശക്തികളായ ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ സാമ്രാജ്യങ്ങൾ ആഫ്രിക്കൻ വിഭവങ്ങളും തന്ത്രപ്രധാനമായ ഭൂപ്രകൃതിയും തങ്ങൾക്കായി വീതിച്ചെടുക്കാൻ മത്സരബുദ്ധിയോടെ തക്കം പാർത്തിരുന്ന കാലഘട്ടമായിരുന്നു അത്. ചരിത്രകാരന്മാർ ഈ അധിനിവേശ മത്സരത്തെ സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക എന്നാണ് വിശേഷിപ്പിച്ചത്. അതായത് ആഫ്രിക്കയ്ക്കായുള്ള ഓട്ടം. ഈ മത്സരത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമായിരുന്നു കിഴക്കൻ ആഫ്രിക്കൻ തീരത്തിന് തൊട്ടടുത്തായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സാൻസിബാർ എന്ന മനോഹരമായ കൊച്ചു ദ്വീപ്. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഒമാനിൽ നിന്നുള്ള അറബ് സുൽത്താൻമാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലായ സാൻസിബാർ ലോകമെമ്പാടും ആവശ്യക്കാരുള്ള ഗ്രാമ്പുവിന്റെ വൻ ഉൽപാദന കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമ്പു ദ്വീപ് എന്നും അറിയപ്പെട്ടിരുന്നു. സാൻസിബാറിന്റെ വൻ സമ്പന്നതയും കടൽ മാർഗമുള്ള വ്യാപാര സാധ്യതകളും യൂറോപ്യൻ കൊളോണിയൽ ശക്തികളെ വല്ലാതെ ആകർഷിച്ചു. പ്രത്യേകിച്ച് കിഴക്കൻ ആഫ്രിക്കയിൽ ആധിപത്യം ഉറപ്പിക്കാൻ മത്സരിച്ച ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും കണ്ണുകൾ സാൻസിബാറിലേക്ക് ഉറച്ചു നിന്നു. തുടർന്ന് 1890-ൽ ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ ചരിത്ര പ്രസിദ്ധമായ ഹെലിഗോലാൻഡ് സാൻസിബാർ കരാർ ഒപ്പുവെക്കപ്പെട്ടു. ഈ കരാർ പ്രകാരം സാൻസിബാറിന്മേലുള്ള സമ്പൂർണ്ണ ആധിപത്യവും സംരക്ഷണ ചുമതലയും ബ്രിട്ടൻ സ്വന്തമാക്കി. ഇതോടെ സാൻസിബാർ ബ്രിട്ടന്റെ ഒരു പ്രൊട്ടക്ടറേറ്റ് അഥവാ സംരക്ഷിത പ്രദേശമായി മാറി. പ്രായോഗിക തലത്തിൽ സാൻസിബാറിന്റെ സ്വതന്ത്ര അധികാരവും പരമാധികാരവും ബ്രിട്ടീഷ് കിരീടത്തിന്റെ ഇരുമ്പു മുഷ്ടിക്കുള്ളിലായി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ലണ്ടനിൽ നിന്ന് നൽകുന്ന ഉത്തരവുകൾക്ക് കണ്ണടച്ച് തലയാട്ടുന്ന പാവ ഭരണാധികാരികളെ മാത്രമേ സാൻസിബാറിൽ സുൽത്താനായി വാഴാൻ ബ്രിട്ടൻ അനുവദിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഒരു പാവ ഭരണാധികാരിയായിരുന്നു 1893-ൽ ബ്രിട്ടന്റെ പൂർണ്ണ പിന്തുണയോടെ സുൽത്താൻ പദവിയിലെത്തിയ ഹമദ് ബിൻ തുവൈനി. തന്റെ ഭരണകാലത്തുടനീളം ബ്രിട്ടീഷ് പ്രതിനിധികളുടെ ആജ്ഞകൾ അനുസരിച്ച് മാത്രമാണ് അദ്ദേഹം ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ 1896 ഓഗസ്റ്റ് 25-ന് സാൻസിബാറിനെ നടുക്കിക്കൊണ്ട് സുൽത്താൻ ഹമദ് ബിൻ തുവൈനി അപ്രതീക്ഷിതമായി അന്തരിച്ചു. സുൽത്താൻ ഹമദിന്റെ മൃതദേഹം തണുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ കസിനായ ഖാലിദ് ബിൻ ബർഗാഷ് സാൻസിബാർ കൊട്ടാരത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. ബ്രിട്ടീഷ് അധികാരികളുടെ യാതൊരുവിധ അനുവാദവുമില്ലാതെ അനുയായികൾക്കൊപ്പം കൊട്ടാരത്തിൽ ഇരച്ചു കയറിയ അദ്ദേഹം സ്വയം സാൻസിബാറിന്റെ പുതിയ സുൽത്താനായി പ്രഖ്യാപിച്ചു. കൊളോണിയൽ വിരുദ്ധ നിലപാടുള്ള ശക്തനായ വ്യക്തിയായിരുന്നു ഖാലിദ്. സാൻസിബാറിലെ ബ്രിട്ടീഷ് അധിനിവേശം അവസാനിപ്പിക്കുകയും തദ്ദേശീയരുടെ ഭരണം ഉറപ്പാക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ തങ്ങളുടെ സമ്മതമില്ലാതെ ഒരാൾ അവിടെ സുൽത്താനാകുന്നത് ബ്രിട്ടന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. സാൻസിബാറിലെ ബ്രിട്ടീഷ് കോൺസൽ ജനറലായ ബേസിൽ കേവ് ഖാലിദ് ബിൻ ബർഗാഷിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. സുൽത്താൻ പദവി ഉടനെ ഒഴിഞ്ഞുകൊടുക്കാനും അനുമതിയില്ലാതെ കയ്യേറിയ കൊട്ടാരത്തിൽ നിന്ന് പിന്മാറാനും
ബ്രിട്ടൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഖാലിദ് ബിൻ ബർഗാഷ് ഈ മുന്നറിയിപ്പുകൾ അല്പം പോലും കാര്യമാക്കിയില്ല. കൊട്ടാരം കാവൽക്കാരുടെയും പ്രദേശവാസികളുടെയും പിന്തുണയോടെ ബ്രിട്ടനെ പടപൊരുതി നേരിടാൻ തന്നെ അദ്ദേഹം ഉറപ്പിച്ചു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഏകദേശം 2800ഓളം വരുന്ന പടയാളികളെയും കൊട്ടാരം ജീവനക്കാരെയും അദ്ദേഹം കൊട്ടാരത്തിന് ചുറ്റും വിന്യസിച്ചു. പഴയ ചില പീരങ്കികളും HMS ഗ്ലാസ്ഗോ എന്ന തങ്ങളുടെ ഏക യുദ്ധക്കപ്പലും ആക്രമണത്തെ നേരിടാനായി യുദ്ധസജ്ജമാക്കി നിർത്തി. സാഹചര്യം വഷളായതോടെ ലണ്ടനിൽ നിന്നും സൈനിക നടപടിക്ക് അനുമതി ലഭിച്ച ബ്രിട്ടൻ റിയർ അഡ്മിറൽ ഹാരി റോസറിന്റെ നേതൃത്വത്തിൽ 5 ഭീമൻ യുദ്ധക്കപ്പലുകൾ സാൻസിബാർ തുറമുഖത്ത് നിരത്തി നിർത്തി. 1896 ഓഗസ്റ്റ് 26 ബ്രിട്ടൻ ഖാലിദിന് അവസാന മുന്നറിയിപ്പ് നൽകി. ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് മുൻപായി ഖാലിദ് കൊട്ടാരം ഒഴിഞ്ഞു തരണമെന്നും സാൻസിബാറിന്റെ ചുവന്ന പതാക താഴെ ഇറക്കണമെന്നും അല്ലാത്ത പക്ഷം ആക്രമണം ആരംഭിക്കുമെന്നും അറിയിച്ചു. അടുത്ത ദിവസം രാവിലെ 8 മണിക്ക് തങ്ങൾ പതാക താഴെ ഇറക്കില്ലെന്നും ബ്രിട്ടൻ വെടിയുതിർക്കില്ലെന്ന് വിശ്വസിക്കുന്നതായും ഖാലിദ് മറുപടി നൽകി. എന്നാൽ കൃത്യം 9 മണിക്ക് വെടിയുതിർക്കുമെന്ന് ബേസിൽ കേവ് അസന്നിഗ്ധമായി വ്യക്തമാക്കി. സമയം രാവിലെ 9 മണി തികഞ്ഞു. അന്ത്യശാസനത്തിന്റെ സമയം അവസാനിച്ചതോടെ റിയർ അഡ്മിറൽ ഹാരി റോസൺ ആക്രമണം ആരംഭിക്കാൻ ഉത്തരവിട്ടു. ലോക ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ഏറ്റവും വേഗമേറിയതും ക്രൂരവുമായ ആ 38 മിനിറ്റുകൾക്ക് അവിടെ തുടക്കമായി. രാവിലെ 9:02 ആയപ്പോഴേക്കും 5 ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകളിൽ നിന്നും ഹൈ എക്സ്പ്ലോസീവ് പീരങ്കികൾ കൊട്ടാരത്തിന് നേരെ തുറന്നുവിട്ടു. തടിയിലും കളിമണ്ണിലും നിർമ്മിച്ചിരുന്ന സുൽത്താന്റെ കൊട്ടാരത്തിന് ആധുനിക പീരങ്കികളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. കൊട്ടാരത്തിന്റെ മതിൽക്കെട്ടുകൾ തകരുകയും വൻതോതിൽ തീ പിടിക്കുകയും ചെയ്തു. രാവിലെ 9:05 പ്രത്യാക്രമണത്തിന് ശ്രമിച്ച സാൻസിബാറിന്റെ ഏക യുദ്ധക്കപ്പലായ HMS ഗ്ലാസ്ഗോ ബ്രിട്ടീഷ് കപ്പലുകളുടെ കനത്ത വെടിവെപ്പിൽ തകർന്ന് കടലിന്റെ ആഴങ്ങളിലേക്ക് താണുപോയി. രാവിലെ 9:15 തന്റെ സൈന്യം തകർന്നടിയുന്നത് കണ്ട സുൽത്താൻ ഖാലിദ് ബിൻ ബർഗാഷ് ഭയന്ന് കൊട്ടാരത്തിന്റെ പിൻവാതിലിലൂടെ രഹസ്യമായി പുറത്തു കടന്ന് ജർമ്മൻ കോൺസുലേറ്റിലേക്ക് ഓടിയൊളിച്ചു. എന്നാൽ നേതാവ് രക്ഷപ്പെട്ട വിവരം അറിയാതെ സാധാരണക്കാരായ സൈനികരും കാവൽക്കാരും കൊട്ടാരത്തിൽ നിന്ന് തുടർച്ചയായി വെടിയുതിർത്തുകൊണ്ടിരുന്നു. ബ്രിട്ടീഷ് പീരങ്കികളും യന്ത്രത്തോക്കുകളും കൊട്ടാരത്തെ പൂർണ്ണമായും ചാമ്പലാക്കി. ഒടുവിൽ രാവിലെ 9:38 ആയപ്പോഴേക്കും കൊട്ടാരത്തിന് മുകളിലുണ്ടായിരുന്ന സാൻസിബാറിന്റെ ചുവന്ന പതാക വെടിയേറ്റ് താഴേക്ക് പതിച്ചു. പതാക വീണതോടെ യുദ്ധം അവസാനിച്ചതായി മനസ്സിലാക്കി ബ്രിട്ടൻ വെടിവെപ്പ് നിർത്തി. കേവലം 38 മിനിറ്റുകൾ കൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും തച്ചുടയ്ക്കപ്പെട്ടു. സുൽത്താന്റെ പക്ഷത്തുണ്ടായിരുന്ന 2800ഓളം വരുന്ന ആളുകളിൽ 500-ലധികം പേരാണ് ആ 38 മിനിറ്റിനുള്ളിൽ കൊല്ലപ്പെടുകയോ മാരകമായി പരിക്കേൽക്കുകയോ ചെയ്തത്. എന്നാൽ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് കപ്പലുകളിൽ നിന്ന് പോരാടിയ ബ്രിട്ടീഷ് സൈന്യത്തിൽ കേവലം ഒരു നാവികന് മാത്രമാണ് നിസ്സാരമായ പരിക്കേറ്റത്. യുദ്ധം അവസാനിച്ച അന്നേ ദിവസം വൈകുന്നേരം തന്നെ ബ്രിട്ടൻ തങ്ങളുടെ പാവ ഭരണാധികാരിയായ ഹമൂദ് ബിൻ മുഹമ്മദിനെ സാൻസിബാറിന്റെ പുതിയ സുൽത്താനായി വാഴിച്ചു. ഇതോടെ സാൻസിബാറിന്റെ സ്വതന്ത്ര പരമാധികാരം എന്നേക്കുമായി ഇല്ലാതായി. അവിടുന്ന് അടുത്ത 67 വർഷക്കാലം സാൻസിബാർ ബ്രിട്ടന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഒരു കൊളോണിയൽ പ്രദേശമായി തുടർന്നു. ജർമ്മൻ കോൺസുലേറ്റിൽ അഭയം പ്രാപിച്ച ഖാലിദ് ബിൻ ബർഗാഷിനെ ജർമ്മൻ സൈന്യം തന്ത്രപരമായി കടൽ മാർഗം അന്നത്തെ ജർമ്മൻ ഈസ്റ്റ് ആഫ്രിക്കയിലേക്ക് കടത്തി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 1-ാം ലോക മഹായുദ്ധകാലത്ത് 1916 ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തെ പിടികൂടി സെയിന്റ് ഹെലീന ദ്വീപിലേക്ക് നാടുകടത്തി. നീണ്ട വർഷങ്ങളുടെ നാടുകടത്തലിനു ശേഷം മടങ്ങിയെത്തിയ അദ്ദേഹം 1927 മൊംബാസയിൽ വെച്ചാണ് മരണമടഞ്ഞത്. സാമ്രാജ്യത്വ ശക്തികളുടെ ക്രൂരമായ അധികാരമോഹത്തിന് മുന്നിൽ ഒരു കൊച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും മനുഷ്യജീവനും എത്രത്തോളം നിസ്സാരമായിരുന്നു എന്ന് ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഈ യുദ്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കേവലം 38 മിനിറ്റുകൾ കൊണ്ട് അവസാനിച്ച ഈ സംഭവം ഒരു നാടിന്റെ വിധിയെ തന്നെയാണ് അന്ന് മാറ്റി എഴുതിയത്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.